സഞ്ചാരം നീണ്ട സഞ്ചാര വഴിത്താരയുടെ അവസാന ഭാഗത്തായി അവർക്ക് 10 മൈൽ അകലെ മെജീഡോ നഗരം കാണാം. അവിടെ വെച്ചാണ് ആഹാസ് കൊല്ലപ്പെട്ടത്. ശവശരീരം ദാവീദിന്റെ പട്ടണത്തിലെത്തിച്ച് സംസ്കരിക്കപ്പെട്ടു. സോളമൻ രാജാവിന്റെ 900 രഥങ്ങളും കുതിരകളും ഒരിക്കൽ ഈ പ്രദേശത്ത് താവളമാക്കി. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള അന്ത്യസമരം ഇവിടെ നടക്കുമെന്നൊരു പ്രവചനവും ഉണ്ടായിരുന്നു. സഞ്ചാരികളിൽ യഹൂദരായവർ ഇവയെല്ലാം പറഞ്ഞ് അവരുടെ ഓർമ്മകൾ പുതുക്കി. മേരിയും ജോസഫും ഓർത്തെടുത്തതും പ്രാർത്ഥിച്ചതും സോളമന്റെ സുഭാഷിതങ്ങളും ദാവീദിന്റെ സങ്കീർത്തനങ്ങളുമായിരുന്നു. കാരണം ദൈവത്തോടും ദൈവത്തിന്റെ സന്ദേശവാഹകരോടും നിറഞ്ഞ നന്ദിയുള്ളവരായിരുന്നു അവർ. പരിശുദ്ധ അമ്മയുടെ ഓർമ്മ ഇതായിരുന്നു. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 49-ാം വാക്യം. നമ്മുടെ ജനനം മുതൽ ഇന്ന് വരെ നമുക്ക് ദൈവം കൈമാറുന്നു തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഒരൊറ്റ നിലപാട് മാത്രമേ നമ്മെ നിലനിർത്തുകയുള്ളൂ, അത് നന്ദിയുടേതാണ്. അർഹതയില്ലാതെ നമുക്ക് ലഭിച്ച ജീവിതത്തെയും ജീവിത സാഹചര്യങ്ങളെയും ഓർത്ത് വിസ്മയത്തോടെ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നമ്മുടെ ചുറ്റുപാടിലും നാം കാണുന്നവരിലും അവർക്ക് ദൈവം കനിവാർന്നു തന്ന അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് അവിടുത്തോട് നന്ദി പറയാം. പുൽക്കൂടിനെ തേടി നാം നടക്കുമ്പോൾ നമ്മുടെ നന്ദി നിറഞ്ഞ ഹൃദയത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് നമുക്ക് നന്മ നിറഞ്ഞവരാകാം.